എല്ലാവർക്കും നമസ്കാരം. എൻഡോമെട്രിയോസിസ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് നമുക്ക് എൻഡോമെട്രിയോസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഗർഭാശയത്തിന്റെ ഉൾഭാഗത്ത് കാണുന്ന ഒരു പാളിയാണ് എൻഡോമെട്രിയം. ഗർഭധാരണം നടക്കാത്ത സാഹചര്യത്തിൽ ആർത്തവ രക്തത്തോടൊപ്പം ഇവ പൊഴിഞ്ഞു പുതിയ പാളി രൂപപ്പെടുന്നു. ഈ കോശങ്ങൾ ഗർഭപാത്രത്തിൽ അല്ലാതെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് രൂപപ്പെടുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അണ്ഡാശയം, അണ്ഡവാഹിനി കുഴലുകൾ, ഉദരത്തിന്റെ ഉൾഭാഗം എന്നിവിടങ്ങളിലാണ് സാധാരണയായിട്ട് എൻഡോമെട്രിയോസിസ് കാണപ്പെടാറ്. അണ്ഡാശയത്തിൽ വളരുന്ന സിസ്റ്റ് രൂപത്തിലുള്ള എൻഡോമെട്രിയോസിസിനെയാണ് ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് വിളിക്കുന്നത്. രോഗലക്ഷണങ്ങൾ: ആർത്തവത്തിന് മുന്നേയോ അതിനുശേഷമോ ഉള്ള കഠിനമായ വയറുവേദന. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിനിടയിലോ അതിനുശേഷമോ വേദന പറയാറുണ്ട്. ആർത്തവ സമയത്ത് മലവിസർജനമോ മൂത്രവിസർജനമോ നടത്തുമ്പോഴുള്ള വേദന, അടിവയറ്റിൽ വേദന, നടുവേദന, വയറുവീർക്കൽ ഇവയൊക്കെയാണ്. വന്ധ്യത ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടും പറയുന്നുണ്ട്. എൻഡോമെട്രിയോസിസിനെ എങ്ങനെ തിരിച്ചറിയാം നോക്കാം. ശാരീരിക പരിശോധന, അൾട്രാസൗണ്ട്, CT, MRI എന്നീ മാർഗങ്ങളിലൂടെ നമുക്ക് എൻഡോമെട്രിയോസിസിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും. എന്നാൽ എൻഡോമെട്രിയോസിസ് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗമായി പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. എൻഡോമെട്രിയോസിസിന്റെ ചികിത്സ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻഡോമെട്രിയോസിസ് മൂലം ഒരു സ്ത്രീ നേരിടുന്ന പ്രാഥമിക പ്രശ്നം എന്താണ് എന്നതിലാണ് ആയുർവേദം കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്. അത് വേദനയാണോ അതോ വന്ധ്യതയാണോ, ഇവ രണ്ടും കൂടി ഉള്ളതാണോ എന്നതനുസരിച്ച് ചികിത്സയിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു സ്ത്രീയില് വാതദോഷം മുന്നിലുള്ളതിനാൽ വാതത്തെ ശമിപ്പിക്കുന്ന ഔഷധങ്ങളും ക്രിയാകർമ്മങ്ങളായിട്ടുള്ള ബസ്തി പോലുള്ളവ ചെയ്യാവുന്നതാണ്. ജീവിതശൈലിയിലുള്ള മാറ്റം, വ്യായാമം, ശരിയായ സമയത്ത് ആവശ്യാനുസൃതമായിട്ടുള്ള ഉറക്കം, ആവശ്യത്തിനും മിതമായിട്ടുമുള്ള ഭക്ഷണ രീതി എന്നിവ ശീലമാക്കണം. കുടുംബത്തിൽ രക്തബന്ധമുള്ള സ്ത്രീകളിൽ ഇതേ പ്രശ്നമുണ്ടെങ്കിൽ വൈദ്യപരിശോധന നടത്തുന്നതും നല്ലതാണ്. നന്ദി, നമസ്കാരം.